സൗദിയിൽ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന വീടുകളിൽ ഒന്നാണ്. വളരെ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, അവരുടെ മുമ്പത്തെ വീടുകൾ ഉണ്ടാക്കിയിരുന്ന രീതികൾ കാണാൻ പറ്റുന്ന വീടുകളാണ് ഈ കാണുന്നതെല്ലാം. മഡ് വില്ലേജസ് എന്നറിയപ്പെടുന്ന വളരെ കുറച്ച് ഇത്തരത്തിലുള്ള വീടുകളും വില്ലേജുകളും ഇപ്പോഴും അവിടെ കാണാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ, അതായത് അത് അത്തദ്ദേശീയമായിട്ട് അവിടെ കിട്ടുന്ന തരത്തിലും മണ്ണും ചുണ്ണാമ്പ് കല്ലും ഒക്കെ ചേർത്തുണ്ടാക്കിയ വീടുകളാണ്. മാത്രമല്ല ഇതിന്റെ മേൽക്കൂര അവിടെ കിട്ടുന്ന ഈ ഈന്ത പനയുടെ തടികൾ വെച്ചുകൊണ്ട് അതിൽ മുകളിൽ നമ്മുടെ നാട്ടിൽ ചെയ്ത പോലെ തന്നെ ഒരു തട്ട് പോലെ ഉണ്ടാക്കി, ആ സമയത്താണെങ്കിൽ പോലും ചൂട് അധികം ഉള്ളിൽ വരാത്ത രീതിയിൽ ഉള്ള ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ് അവർ ചെയ്യുന്നത്. പ്രത്യേക രീതിയിലുള്ള തട്ടുകളോ മരത്തടികളൊക്കെ വെച്ച് ചേർത്ത് ഉള്ളിലേക്ക് അധികം ചൂട് കിട്ടാത്ത രീതിയിൽ, ചൂട് വരാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക നിർമ്മാണ രീതിയാണ് അവർ അഡാപ്റ്റ് ചെയ്തിരുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെയുള്ള വളരെ അപൂർവമായിട്ട് കുറച്ച് മഡ് വില്ലേജസ് ഇപ്പോഴും സൗദിയുടെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. ഇത് യാൻബു അൽ നക്കൽ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഈ ഇതുള്ളത്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെ അവർ ഇഷ്ടമായിട്ട് താമസിച്ചിരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നല്ലൊരു നീർച്ചാലും അരുവിയും ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. കൃഷിയും ഒക്കെ ചെയ്ത് ആ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളുടെ വീടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കൃഷി നല്ല രീതിയിൽ തന്നെ നടക്കുന്നൊരു ഏരിയയാണ്. ഇപ്പോഴും അവിടെ കൃഷിയുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. വളരെ അപൂർവമായിട്ട് കാണുന്ന സൈറ്റുകളിൽ ഒന്നാണ് ഇതുപോലെയുള്ള പഴയ വീടുകളും വില്ലേജുകളും ഒക്കെ. വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു നിർമ്മാണ രീതി തന്നെയാണ് അവർ പിന്തുടർന്നിരുന്നത്. അത് ഒരു കുന്നും പുറം പോലെയുള്ള സ്ഥലമാണ്, പക്ഷെ തൊട്ട് താഴെ തന്നെ അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് അവർ ജീവിച്ചിരുന്ന ഒരു വില്ലേജാണിത്. ഞാൻ പറഞ്ഞില്ല, കണ്ടോ, വളരെ തെളിമയുള്ള നല്ല ശുദ്ധമായ വെള്ളമാണ്. ഒരുപാട് അവിടെ നീർച്ചാലുകൾ ഇതുപോലെയുണ്ട്. സൗദിയിൽ മഴയെ പറ്റി അറിയാമല്ലോ, വളപ്പോഴും വളരെ അപൂർവമായിട്ട് 1-2 മഴയാണ് സൗദിയിലും. ചില വർഷങ്ങൾ മഴ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ഏരിയയിൽ, യാംബു അൽനക്കൽ ഏരിയയിൽ വർഷത്തിൽ കുറച്ചധികം മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ഒരു 5-8 മഴയോ, ചില വർഷങ്ങൾ അതിലും കൂടുതൽ മഴ കിട്ടും.